അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഫേസിലാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് ഇത് ആള് രാവിലെ ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നത് മിസെല്ലാറിന്റെ വാട്ടറാണ്, ക്ലെൻസിങ് വാട്ടറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് ആ ഒരു മേക്കപ്പ് സാധനങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇത് കോട്ടൺ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും സാധനങ്ങൾ ഈ ഫേസിലുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഫേസിൽ ഓൾറെഡി ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ, നമ്മൾ നല്ലൊരു ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ഫുള്ളൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ വലിയ മേക്കപ്പ് ഒന്നും അല്ല, ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീം ഒക്കെയാണ് ആളിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രൊസീജിയർ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ക്ലീൻ ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു ടോണർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫേസുമായിട്ട് നല്ല രീതിയിലൊന്ന് പെനട്രേറ്റ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മോയ്സ്ചറൈസർ ആണ്, ഞാൻ പോൺസിന്റെ ജെൽ മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോൺസിന്റെ ജെൽ മോയ്സ്ചറൈസർ എടുക്കുക, എന്നതിന് ശേഷം ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല ഇനിയിപ്പോ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോഴേക്കും നന്നായിട്ട് ഫേസ് ഫുള്ള് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് നമുക്ക് സെറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം മോയ്സ്ചറൈസർ ഇട്ട പാടെ നമ്മൾ ബാലൻസ് പ്രൊസീജിയർ ചെയ്യാൻ പാടില്ല. മോയ്സ്ചറൈസർ ഇട്ട് ഒന്ന് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് പെനട്രേറ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഫാൻ കിടക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് അബ്സർവ് ആവും. ഇനിയിപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അബ്സർവ് ആയില്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ചെറിയ ഫാന് കയ്യിൽ വെച്ചിരിക്കുക, എന്നതിന് ശേഷം ഫേസിലോട്ടൊന്ന് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് അബ്സർവ് ആവുകയാണ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഒക്കെ ഓൾറെഡി നമ്മുടെ സ്കിന്നുമായിട്ട് പെനട്രേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് പ്രൈമറാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പ്രൈമർ ഫുള്ള് ഫേസ്, നെക്ക്, നമ്മുടെ ഐ ഏരിയ, അങ്ങനെ എല്ലായിടത്തും നന്നായിട്ട് കവർ ചെയ്ത് വേണം നമ്മുടെ പ്രൈമർ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൺസീലർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ കൈയുടെ ഏരിയയിലും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ
കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഏരിയ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഫെയർ സ്കിൻ ആണ്. പിന്നെ ഇത് ഈ ഒരു മൗത്ത് ഏരിയയിൽ ചെറുതായിട്ടൊരു ഇതുണ്ട്. അപ്പൊ നമുക്ക് അതനുസരിച്ച് അവിടെയായിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉറങ്ങിപ്പോണം. ഈ മൂക്കിന്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ ലെവലിലുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് അവിടെ ഒന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിച്ചിട്ട്, നമ്മൾ ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ടറിൽ ഡിപ്പ് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്യുക. എന്നതിന് ശേഷം ഇതിലെ വാട്ടർ ഫുള്ള് സ്ക്യൂസ് ചെയ്ത് കളയുക. എന്നതിന് ശേഷം ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിലെ വാട്ടർ ഫുള്ള് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ലെവലിൽ ബ്ലെൻഡ് ചെയ്യണം. കാരണം ഈ ഒരു ലെവലിൽ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഈ നമ്മുടെ ബ്യൂട്ടി സ്പഞ്ചിലായിരിക്കും ഓൾറെഡി ഈ പ്രോഡക്റ്റ് ഫുള്ള് വരുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓൾറെഡി അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഐബ്രോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്.